ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. വെൽക്കം ടു മൈ ചാനൽ അശ്വതീസ് ഡ്രീം വിത്ത് നിധി. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വളരെ സുഖമായിട്ടിരിക്കുന്നു, ഹാപ്പിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ പ്രത്യേകിച്ചൊരു ഹാപ്പി ആയിട്ടുള്ളൊരു കണ്ടൻറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമുക്കൊക്കെ അസാധ്യമാണ്, വീട്ടമ്മമാർക്ക് അസാധ്യമാണെന്ന് കരുതിയ ഒരു റെസിപ്പിയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഞാൻ വിചാരിച്ചിരുന്നത് എനിക്ക് വളരെ അസാധ്യമാണെന്ന് വിചാരിച്ചൊരു റെസിപ്പി തന്നെയാണിത്. മറ്റൊന്നുമല്ല, നമ്മുടെ KFC ആണത്. KFC എന്ന് വെച്ചാൽ നമ്മളൊക്കെ വിചാരിച്ചിരിക്കും നമുക്കൊക്കെ ബുദ്ധിമുട്ടാണ്, അത് പ്രിപ്പയർ ചെയ്തെടുക്കാനുള്ള കഴിവൊന്നും നമുക്കില്ല എന്നൊക്കെയാണ് ഞാൻ ഉൾപ്പെടെ വിചാരിച്ചിരുന്നത്. പക്ഷേ കുറച്ച് ദിവസം മുന്നേ ഞാനൊരു KFC റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്കത് വളരെ സക്സസ് ആയിട്ടാണ് കിട്ടിയത്. അപ്പം ഞാൻ വിചാരിച്ച് ആ ഒരു ഐഡിയ നിങ്ങളുടെ അടുത്ത് മുന്നിൽ കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ആ KFCയുടെ റെസിപ്പി ഒന്ന് കാണാം. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഫ്രൈഡ് ചിക്കൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഏകദേശം 800 ഗ്രാം അളവിന് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. കൂടുതലും ലെഗ് പീസുകളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഫ്രൈഡ് ചിക്കൻ തയ്യാറാക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഏകദേശം 1 കപ്പ് അളവിന് തൈര്, മൊത്തം ഒഴിക്കേണ്ട 1/2 കപ്പൊക്കെ ഒഴിച്ചാൽ മതിയാവും. തൈര്, പിന്നീട് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ട് നമ്മുടെ ചിക്കൻ പീസിനെ ഒന്ന് യോജിപ്പിക്കും. അപ്പം നമ്മൾ നന്നായി യോജിപ്പിച്ചിട്ടുണ്ട്. നമ്മളിതിൽ ചേർത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ തൈര്, കട്ടത്തൈരാണ് ചേർക്കേണ്ടത്. അധികം പുളിയില്ലാത്ത കട്ടത്തൈര് 2 ടേബിൾ സ്പൂൺ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി യോജിപ്പിച്ച ശേഷം നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. വളരെ ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഇത് ഫോളോ ചെയ്യണം. ഫോളോ ചെയ്തിട്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ വയ്ക്കാൻ പോവുകയാണ്. മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ച് നമ്മുടെ ചിക്കൻ അരമണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു. അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത്, ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഇനി ചെയ്യാനുള്ളത് 2 മുട്ട പൊട്ടിച്ചൊഴിക്കണം. 2 മുട്ട. പിന്നീട് അതിലേക്ക് നമ്മൾ ചെയ്യാനുള്ളത് പൊടി ഐറ്റംസ് ചേർക്കാനുള്ളത്. അതിന് മുന്നോടിയായിട്ട് ഏകദേശം 8 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത് എടുത്ത് മിക്സിയിൽ പേസ്റ്റ് പരുവത്തിൽ 2 സ്പൂൺ വെള്ളവും ചേർത്ത് പേസ്റ്റ് പരുവത്തിൽ അരച്ചത് ഇതിലോട്ട് ആഡ് ചെയ്യണം. പിന്നീട് 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർക്കണം. ചേർത്തിട്ട് നമുക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഉണ്ട്. 2 ടേബിൾ സ്പൂൺ അളവിന് മൈദയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ ചിക്കൻ എടുത്ത് വെച്ച് നന്നായിട്ടൊന്ന് അരപ്പ് പുരട്ടി എടുക്കാനായിട്ട് നോക്കാം. അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത ചിക്കനിലേക്ക് നമ്മൾ ആദ്യമായിട്ട് 2 മുട്ട ഉടച്ചൊഴിക്കണം. അതിലേക്ക് പിന്നീട് 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതായത് ഏകദേശം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 8 വെളുത്തുള്ളി, ഒരു പീസ് ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം സവാള, ഇത് ഇത്ര ആഡ് ചെയ്തതാണ്. മിക്സിയിൽ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തതാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ പൗഡർ മേടിക്കാൻ കിട്ടും, അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ജിഞ്ചർ പൗഡർ ആണെങ്കിൽ 1 ടീസ്പൂൺ എടുക്കണം. പിന്നെ നമ്മുടെ ഇഞ്ചിയുടെ പൗഡർ ആണെങ്കിൽ 1/4 ടീസ്പൂൺ എടുത്താൽ മതിയാവും. എനിക്കിത് രണ്ടും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഇത് പേസ്റ്റ് പരുവത്തിലാക്കി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം ഇട്ട ശേഷം നമ്മൾ 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചെടുത്തിട്ട് ഏകദേശം 1 മണിക്കൂറോളം നമ്മുടെ ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്യാനായിട്ടൊന്ന് വയ്ക്കുകയാണ്, റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുകയാണ്. 1 മണിക്കൂർ എന്നുള്ളത് ഇച്ചിരി അധികം സമയം എടുത്തെന്നും പറഞ്ഞ് കുഴപ്പമില്ല. 1.5 2 മണിക്കൂർ എടുത്താലും നമ്മുടെ ഫ്രൈഡ് ചിക്കൻ അത്രയും ടേസ്റ്റി ആയിട്ട് കിട്ടും എന്നൊരിതേ ഉള്ളൂ. ഞാനിപ്പം ഏകദേശം 1.5 മണിക്കൂറാണ് വയ്ക്കാൻ പോകുന്നത്. അപ്പോഴത്തേക്ക് ആ ഒരു സമയം കൊണ്ട് നമ്മുടെ മസാലയെല്ലാം ഇതിലോട്ട് നന്നായിട്ട് പിടിക്കാനായിട്ട് പറ്റും. പിന്നീട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ നേരത്തെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അത് പോരാ. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം.
അപ്പം ഗൈസ്, നമ്മുടെ ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് മസാല ചേർത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് ഇപ്പം ഞാനത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ 1 മണിക്കൂർ കൊണ്ട് മസാല എല്ലാം ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ചിക്കനിലോട്ട് ചേർക്കാനുള്ള കോട്ടിംഗ് തയ്യാറാക്കാം. കോട്ടിംഗ് തയ്യാറാക്കാനായിട്ട് ഇവിടെ വേണ്ടത് 2 കപ്പ് മൈദപ്പൊടി, 1 കപ്പ് അളവിന് കോൺഫ്ലോർ, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് അളവിൽ മൈദപ്പൊടി, 1 കപ്പ് അളവിൽ കോൺഫ്ലവർ, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പാണ് എടുത്തിരിക്കുന്നത്. എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ കോൺഫ്ലവർ ഇല്ലാത്തവർക്ക് മൈദപ്പൊടി എടുത്താലും കുഴപ്പമില്ല, 1 കപ്പ് അളവിന് മൈദപ്പൊടിയും കൂടെ എടുത്താലും മതിയാവും. നമുക്കിനി വേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മുടെ മിക്സ് തയ്യാറായി കഴിഞ്ഞ് ഇനി വേണ്ടത് ഒരു ബൗളിൽ അല്പം വെള്ളം എടുക്കണം. സാധാ പച്ചവെള്ളം മാത്രം എടുത്താൽ മതിയാവും. എന്നിട്ട് നമ്മുടെ ചിക്കൻ പീസുകൾ എടുത്തിട്ട് ഇതിലോട്ടൊന്ന് റോൾ ചെയ്തെടുക്കാൻ പോവുകയാണ് ഞാൻ. റോൾ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് ഈ മാവ് അതിലോട്ട് പുരളാനായിട്ട് ശ്രദ്ധിക്കണം. ഒത്തിരി നേരം എന്നാൽ അമർത്തി ഒന്ന് റോൾ ചെയ്തെടുക്കണം. ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ എല്ലായിടത്തും മാവ് നന്നായിട്ട് ചേർന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ ശേഷം നമുക്ക് ഇത് ഈ പച്ചവെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 2-3 സെക്കൻഡ് ഡിപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഉപ്പൊക്കെ ആയിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മൾ ഈ മാവിലോട്ടൊന്ന് വീണ്ടും റോൾ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ഈ വെള്ളത്തിൽ മുക്കുമ്പോഴത്തേക്ക് ഇത് കൂടുതൽ ലെയറായിട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു KFC ആണ് നമുക്കിവിടെ കിട്ടാൻ പോകുന്നത്. അപ്പം ഗൈസ്, നമ്മുടെ ചിക്കൻ പീസുകളെല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ അടുപ്പത്ത് എണ്ണ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോ പീസായിട്ട് ഇട്ട് പാകം ചെയ്തെടുക്കാം. അത് ഇടുന്നത് വളരെ സൂക്ഷിച്ച് വേണം. നന്നായി തിളച്ച എണ്ണയാണ്. ഇടുന്ന സമയത്ത് ഒറ്റയടിക്ക് ഇടാതെ ഇങ്ങനെ ചരിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഡിപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇടുമ്പോഴത്തേക്ക് മാവിലങ്ങ് അതിലിരിക്കുന്ന കോട്ടിങ് ഇളവി എണ്ണയിലോട്ട് ആയിപ്പോവും. അതാണ് അങ്ങനെ ചെയ്യുന്നത്. ഗൈസ്, അപ്പം വളരെ ഈസി ആയിട്ട് ഞാനിവിടെ ചെയ്തെടുത്തൊരു മെത്തേഡ് തന്നെയാണ്. നിങ്ങളിത് ഫോളോ ചെയ്യണം. ഫോളോ ചെയ്താൽ മാത്രം പോരാ. ഈ എണ്ണയിലോട്ട് ചിക്കൻ പിടിച്ചതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലാണ് വയ്ക്കേണ്ടത്. കാരണം ഈ മാവ് ഇതൊക്കെ കോട്ടിങ്സൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണ്ടേ, അപ്പോഴത്തേക്ക് അതിന് സമയം എടുക്കും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ മാത്രം വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഈ ഒരു റെസിപ്പി എല്ലാവരും ഫോളോ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ് ഞാൻ. നമ്മുടെ ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്യണം. എന്നാലേ എല്ലാ വശവും നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. നിങ്ങൾക്കിപ്പം കാണാൻ കഴിയും വളരെ ലെയറൊക്കെയുള്ള നല്ലൊരു കണ്ടീഷനിലാണ് നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഇരിക്കുന്നത്. ലോ ഫ്ലെയിമിലാവാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇത് നമുക്ക് കോരാം. ഇനി ബാക്കിയുള്ള കഷ്ണങ്ങളും കൂടെ നമുക്കങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഗൈസ്, നമ്മുടെ അടിപൊളി ടേസ്റ്റി സ്പൈസി KFC തയ്യാറായി കഴിഞ്ഞു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് തന്നെയാണ് ഞാനിവിടെ കുക്ക് ചെയ്തത്. നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു മനോഹരമായ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ. ഹാവ് എ നൈസ് ഡേ ടു ആൾ മൈ ഡിയേഴ്സ്.